തിരൂരിൽ കാമുകിയുടെ ചോരപ്പൈതലിനെ കശാപ്പ് ചെയ്ത ജയസൂര്യ തമിഴ്നാട്ടിലെ കവർച്ചാ കേസുകളിൽ പ്രതിയെന്ന് വെളിപ്പെടുത്തൽ. കവർച്ചാ കേസിൽ ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെയാണ് ശ്രീപ്രിയയെയും കൊണ്ട് ജയസൂര്യയും കുടുംബവും കേരളത്തിലേക്ക് കടന്നതെന്ന് ശ്രീപ്രിയയുടെ ഉറ്റബന്ധുവായ വിജയ എഡിറ്റർ ലൈവിനോട് വെളിപ്പെടുത്തി. താൻ ജോലിക്ക് പോയ വേളയിലാണ് ശ്രീപ്രിയ വീട്ടിൽ നിന്ന് കടന്നതെന്ന് ഭർത്താവ് മണിപാലനും എഡിറ്റർ ലൈവിനോട് പറഞ്ഞു. സമ്പന്ന കുടുംബത്തിന്റെ വീട് കൊള്ളയടിച്ചതിനാണ് ഒടുവിൽ തമിഴ്നാട് പോലീസ് ജയസൂര്യയെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് 15 ദിവസം റിമാൻഡിലായിരുന്നു. ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ വീടിന് സമീപത്തെ കടയിൽ ജോലി ചെയ്യുന്ന സ്ത്രീയെ കബളിപ്പിച്ച് അവരുടെ വെള്ളി പാദസരം കൈവശപ്പെടുത്തിയാണ് ശ്രീപ്രിയയെയും വിളിച്ചിറക്കി സംഘം കേരളത്തിലേക്ക് കടന്നിട്ടുള്ളത്. പക്ഷെ ആ ജയസൂര്യ അവൻ്റെ പേരെന്താ, അവൻ്റെ അച്ഛൻ്റെ പേര് ഭയങ്കര സാധനമാണ്, ഫുള്ളും കഞ്ചാവ്. നാട്ടിൽ കേസൊക്കെ ഉണ്ടേ, അതായിട്ടാണ് അങ്ങോട്ട് വന്ന്. അപ്പോൾ ജയിലിൽ നിന്ന് വന്നതാണ്. 15 ദിവസം അവിടെ ഇരുന്നിട്ട് ജയിലിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ജാമീൻ കിട്ടിയപ്പോൾ ഇവിടെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇവൾക്ക് വിളിച്ച് കണ്ട് വാ നമ്മൾ പോവാന്ന്. വേറെ ഒരു പെണ്ണിൻ്റെ പാൽസരം ഉണ്ടായിരുന്നു. അത്ര കുറച്ച് നേരം കൊടുക്കും, അതുവരെ പോയിട്ട് വരാൻ പറഞ്ഞിട്ട് പാൽസരം വാങ്ങിയിട്ട് 30,000 രൂപേൻ്റെ പാൽസരം വാങ്ങിയിട്ട് കണ്ട് നേരെ അങ്ങോട്ട് വന്നിരിക്കുന്നു. അല്ല, വേറെ കട ഉണ്ടായിരുന്നു വീട്ടിൻ്റെ അടുത്ത്. ആ പെണ്ണ് പണിക്ക് വന്നതാണ് അവിടെ ആ കടയ്ക്ക്. അവളെ പാൽസരം വെല്ലിൻ്റെ പാൽസരം 30,000 രൂപേൻ്റെ പാൽസരം വാങ്ങിയിട്ട് കണ്ട് വേറെ ഇവിടെ എന്താ അത് നെയ്വേലിയിൽ വന്നിട്ട് പണയം വെച്ച് 5,000 രൂപയ്ക്ക് പണയം വെച്ചിക്കണത്ര. പിന്നെ അവരെല്ലാവരും കേരളത്തിൽ വന്നു. കവർച്ചാ കേസിൽ അറസ്റ്റ് ചെയ്യാനായി പോലീസ് വീട്ടിലെത്തുമ്പോൾ ശ്രീപ്രിയയും ജയസൂര്യയുടെ വീട്ടിലുണ്ടായിരുന്നു. തുടർന്ന് പോലീസ് ശ്രീപ്രിയയെ കൗൺസിലിംഗ് നടത്തി ഭർത്താവിനൊപ്പം പറഞ്ഞു വിട്ടിരുന്നു. എന്നാൽ ജയസൂര്യ പുറത്തെത്തിയതോടെ ശ്രീപ്രിയ ഒളിച്ചോടുകയായിരുന്നു. ഞമ്മക്ക് അറിയില്ല അവിടെ കേരളത്തിൽ വന്നിട്ടുണ്ടാവും, ഞമ്മക്കറിയില്ല. അതിന്റെ 3 മാസം മുമ്പേ ഒരാഴ്ചക്ക് ആ ചെക്കൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ചെക്കൻ കക്കാൻ പോയിട്ട് വലിയ ഒരു LED TV കൊടുന്ന് ഏതോ ഒരു വീട്ടിൽ നിന്ന് കക്കിയിട്ട് LED TV കൊടുന്ന് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ജയസൂര്യ. അപ്പൊ പോലീസുകാർ തെരഞ്ഞു പോയപ്പോൾ ഇവള് അവിടെ വീട്ടിലുണ്ട്. ഇവിടെ ചാടി വരുന്ന ഒരു 15 ദിവസം മുമ്പ്. അപ്പം ഡിജി ആരാ, ഈ കുട്ടി ആരാന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പോൾ ഓള് പറഞ്ഞിരിക്കണേ ഇത് എൻ്റെ ഭർത്താവ് വേറെ, ഞാൻ അവൻ്റെ കൂടെ വന്നതാണെന്ന്. അപ്പോൾ ഇവനെ ആദ്യം കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു നെയ്വേലി. അപ്പോൾ ഇവനെ വിളിച്ചിട്ട് നിൻ്റെ ഭാര്യ ഇതാ ഇനി നല്ലപോലെ ഇരിക്കുന്നൊക്കെ പോലീസുകാർ പറഞ്ഞയച്ചതാണ്. പിന്നെ അവനെ പൊക്കിക്കൊണ്ട് TV കട്ടില്ലേ അതിന് വേണ്ടി കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ വിട്ട്. അതിന് കാരണം ഓണ് 15 ദിവസം ഉള്ളിലുണ്ടായിരുന്നു. അതിന്ന് പിന്നെ ജാമ്യം കിട്ടി വന്നപ്പോഴാണ് ഇവളും കൂട്ടിക്കാണ്ട് ഇങ്ങോട്ട് ഓടി വന്നത്. തിരുപ്പൂരിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ശ്രീപ്രിയയും ജയസൂര്യയും അടുപ്പത്തിലായതെന്നും വിവാഹശേഷം ബന്ധത്തിൽ നിന്ന് പിന്മാറിയിരുന്നെങ്കിലും പിന്നീട് വാട്സാപ്പിലും മറ്റും ബന്ധം നിലനിർത്തുകയായിരുന്നുവെന്നും അതാണ് ഒളിച്ചോട്ടത്തിൽ കലാശിച്ചതെന്നും വിജയ വ്യക്തമാക്കി. ഇവിടെ എവിടെയോ തിരുപ്പൂരാ കോയമ്പത്തൂരോ നൂൽ കമ്പനിയിൽ പണിയെടുക്കുമോ അങ്ങനെ അറിഞ്ഞത് അത്ര. ഇവിടെ പണിയെടുത്തു, കോയമ്പത്തൂർ പണിയെടുത്തു നൂൽ കമ്പനിയിൽ. അവിടെ ലവ് അടിച്ചത് അത്ര രണ്ടാളും. അപ്പൊ അതിന്ന് പിന്നെ ഒരു 2 കൊല്ലം ഇവർ രണ്ടാൾ തമ്മിൽ ഒന്നുമില്ല. പിന്നെ വാട്സപ്പിന്റെ ഗ്രൂപ്പ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇതൊക്കെ ഉണ്ടല്ലോ. അതാണ് വലിയ പ്രശ്നം. വാട്സപ്പും ഈ ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെ ഫേസ്ബുക്കും ഇതിൽ ഇവർ ഇപ്പൊ പരിചയമായിട്ട് പിന്നെയും കല്യാണം കഴിച്ച ശേഷം പരിചയമായിട്ട് അങ്ങനെ ആയതാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കെയാണ് മണിപാലനെ വിട്ട് ശ്രീപ്രിയ കാമുകനൊപ്പം ഒളിച്ചോടിയത്. താൻ ജോലിക്ക് പോയ സമയത്ത് ശ്രീപ്രിയ കടന്നു കളയുകയായിരുന്നുവെന്ന് മണിപാലൻ പറഞ്ഞു. എത്ര വർഷത്തില എപ്പോ നടന്നിച്ചെന്ന് കേൾക്കறாங்க. 2 വർഷം ആകും കല്യാണം ആകുന്നത്. കല്യാണം എങ്ങനെ അറേഞ്ച്ഡ് മാരേജ്? അറേഞ്ച് മാരേജ്. എത്ര കാലം നിങ്ങൾ ഒരുമിച്ച് നിന്നു? എത്ര വർഷം ഒന്നാ ഇരുന്നീங்கன்னு കേൾക്കறாங்க. 2 വർഷമാവും. 2 വർഷം. അവിടുന്ന് കാണാതാവുന്നത് എങ്ങനെയാ? കാണാമ എപ്പോ പോച്ചേ? 3 മാസം ആകും. 3 മാസം. എന്ത് പറഞ്ഞാണ് അവർ പോയത്? എന്നാ சொல்லிட்டு പോണா? ഏതും சொல்லிட்டுலாம் പോണം. എപ്പോൾ പോയി? രാത്രി പോയോ പകൽ പോയോ? പകലല്ല. പകൽ. അപ്പോൾ നിങ്ങൾ ജോലിക്ക് പോയ സമയമായിരുന്നു? നിങ്ങൾ ജോലിക്ക് പോയ സമയത്ത് അവൾ ഒറ്റയ്ക്ക് പോയി? வேலைக்கு போகிற டைமில் தான் வந்தாங்க. നിങ്ങൾ വേലയ്ക്ക് പോയ സമയത്ത് அவங்க ട്രെയിൻ ആയിട്ടാണ്. തന്റെ ചോരയിൽ പിറന്ന കുഞ്ഞ് കൊല്ലപ്പെട്ടതിന്റെ ആഘാതത്തിൽ ഇദ്ദേഹത്തിന് പറയാൻ വാക്കുകൾ ലഭിക്കുന്നില്ല. മലയാളം ഒട്ടും അറിയാത്ത മണിപാലൻ വിജയയുടെ സഹായത്തോടെയാണ് പോലീസിന് മൊഴി നൽകുന്നത്. സ്വന്തം ചോരയായ ശ്രീപ്രിയ ചെയ്ത കടുങ്കയുടെ ആഘാതത്തിൽ നിന്ന് വിജയ ഇനിയും മോചിതയായിട്ടില്ല. സംഭവങ്ങൾ വിവരിക്കുമ്പോൾ വാക്കുകൾ മുറിയുന്നു. ശ്രീപ്രിയയ്ക്ക് കാമുകനുമൊത്ത് ജീവിക്കണമായിരുന്നെങ്കിൽ എന്തിന് 10 മാസം വയറ്റിൽ ചുവന്ന കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്നാണ് വിജയ ചോദിക്കുന്നത്.
അപ്പോൾ അവരുടെ വാക്കുകളിൽ അമർഷം നിറയുന്നു. നമ്മളടുത്ത് കൊടുത്താൽ മതി, എൻ്റെ ആങ്ങളയ്ക്ക് കുട്ടിയില്ല, മൂത്ത ആങ്ങളയ്ക്കും കുട്ടിയില്ല, കൊടുത്താൽ മതി. എൻ്റെ ഇരുമ്പുകടത്തെ മുതലാളിക്ക് കുട്ടിയില്ല, അവർക്ക് കൊടുത്താൽ മതിയായിരുന്നു. എൻ്റെ അടുത്ത് കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ കൊണ്ടുപോയി അവർക്ക് 3 ആളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ കൊടുക്കുക. മൃഗം ചെയ്യാൻ പാടണ്ട, ചെറിയ കുട്ടിയല്ലേ. ഞമ്മക്കൊക്കെ 4 കുട്ടിയുണ്ട്. നമ്മളൊന്നും കാട്ടുന്നില്ല, പൊന്നുപോലെ നോക്കുന്നു. ഒരു ഇതും ഇല്ലാതെ നല്ലപോലെ ഇങ്ങനെ പോകുന്നു, പഠിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ കൊടുത്തിട്ട് പോയാൽ ഞങ്ങൾ നോക്കിക്കോളല്ലോ. എന്തിനാണ് ഇങ്ങനത്തെ ആരൊക്കെ ആവശ്യമുണ്ടോ ഓൾക്ക്? ഓള് ചോദിച്ചിക്കണ്, ഞാൻ വേണോ അല്ല നിൻ്റെ കുട്ടി വേണോ എന്ന് ചോദിച്ചിക്കണ്. അപ്പോൾ ഓള് പറഞ്ഞു ആമുഖം ചോദിച്ചപ്പോൾ ജയസൂര്യ ഓളെടുത്ത് ചോദിച്ചിട്ടുണ്ട് സ്റ്റീപ്രിയനോട്, ഞാൻ വേണോ നിൻ്റെ കുട്ടി വേണോ? ഞാൻ വേണമെങ്കിൽ നിൻ്റെ കൂടെ ഇരിക്കും, നിൻ്റെ കുട്ടീനെ കൊണ്ട് കളഞ്ഞിട്ട് വാ, നിൻ്റെ കുട്ടി വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ആന്ന് പറഞ്ഞിട്ട് ഇവള് രാത്രി അവിടെ പോയിട്ട് ആ ഷാളിൽ ഇട്ടിട്ട് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനത്തെ പെണ്ണായിരിക്കും ഇവളൊക്കെ ഞങ്ങൾ അണിയത്തെയാണോ എന്ന് എൻ്റെ ചേച്ചിയൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ചീത്ത പറയാം. ഇവളൊക്കെ നമ്മളെ കൂടെ പുറപ്പാണ്. എന്താ കൊലയാളി സംഘത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന കേരള പോലീസിനോട് നന്ദി അറിയിക്കുകയാണ് വിജയ. തമിഴ്നാട്ടിലായിരുന്നുവെങ്കിൽ ഇതുണ്ടാകുമായിരുന്നില്ലെന്നും കേരള പോലീസിനോട് ഏറെ നന്ദിയുണ്ടെന്നും കൂപ്പുകൈകളോടെ വിജയ പറയുന്നു. ദയവ് ചെയ്തിട്ട് പോലീസുകാർ മൊത്തം ഞാൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ കുട്ടീനെ കൊന്ന ആൾക്ക് നല്ലൊരു ഇത് കിട്ടണം. അവൻ പുറത്ത് തന്നെ വരാം, പുറത്ത് വന്നോളാം, വയസ്സായിട്ട് അവൻ ഈ പുറത്തുള്ളത് ഒന്നും അറിയാതെ അങ്ങനെ വരണം. പിന്നെ ഒരു കാര്യമുണ്ട്, നല്ലൊരു പോലീസുകാരാണ്. ഞങ്ങളുടെ നാട്ടിൽ എന്ത് പറഞ്ഞാലും വെറുതെ ഒരു കംപ്ലൈൻറ്റ് എഴുതിയിട്ട് അങ്ങനെ വിടും. ഈ പോലീസുകാർ പോലെ ഞങ്ങൾ എവിടെയും പോലീസുകാർ ഞങ്ങൾ കണ്ടിട്ടില്ല. പെട്ടെന്ന് അന്ന് തന്നെ എല്ലാമേ ഇങ്ങനെ പോയിട്ട് അന്വേഷിച്ച് നോക്കിയിട്ട് എല്ലാം പറഞ്ഞില്ലേ. വളരെ നന്ദി പോലീസുകാർക്ക്. എഡിറ്റർ ലൈവ്, തിരൂർ.